السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. വിസ്ഡം വേൾഡ് പ്രീ സ്കൂൾ നെറ്റ്വർക്ക് ആൻഡ് മൈമൻ അക്കാഡമി നടപ്പാട്ടരങ്ങത്തെ റമദാൻ ഖുർആൻ സ്പെഷ്യൽ ക്ലാസ്സിലെ 12ാമത്തെ നാളായിട്ട് ഇക്കറുന്നങ്ങ് ഒരുമിച്ച് കൂടിയത് സൂറത്തു യാസീനിന്റെ 48ാമത്തെ ആയത്തേറ്റിക്കറ് നമുക്കിനി വിശദീകരിക്കൂല്ലേ. അള്ളാഹു തആലയുടെ ഖുദ്റത്തിനെ മനസ്സിലാക്കുകയായിട്ട് അള്ളാഹു ഒരു പ്രധാനപ്പെട്ട ഒരു അത്ഭുതകരമായ കാര്യമായിട്ട് ഇത്രത്തോളം അള്ളാഹു നമുക്ക് ചൊന്തന്നെ. വആയത്തുല്ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ. നിറഞ്ഞ കപ്പലുലു സാമാനു കൊണ്ട് ലോഡായിട്ടുള്ള അങ്ങനത്തെ കപ്പലുലു മനുഷ്യ വംശത്തെ അള്ളാഹു താല പുറത്തോട്ട് പോണ്ടത് അത് വലിയൊരു ദൃഷ്ടാന്തായിട്ടിക്കറ്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടായെങ്കിൽ അതിരെ മുക്കുകു അള്ളാഹുടെ കൊണ്ട് സാധ്യാവന്ത്. അള്ളാഹുടെ കിർഫ കൊണ്ടിട്ടാണ് അവൻ ആ രൂപത്തിലാക്കില്ലേ. അതുപോലെ അവന്റെ അനുസരിക്കാത്തങ്ങും ദുനിയാവുടെ സൗകര്യങ്ങ അള്ളാഹു ആക്കി കൊടുത്തോണ്ടുള്ള അത് മതാഅനിലാഹീൻ ഒരു അവധി തോല ഒരു നിശ്ചിത അവധി തോല അവನು അതിരെ ആസ്വദിക്കട്ടെ എന്ന നിലക്കാണ് എന്നെല്ലാം അള്ളാഹു താല വിശദീകരിച്ച. മനുഷ്യകു മരിപ്പുൽ പിന്നെ ഒരു ജീവനം ഉണ്ടു ചൊല്ലതുക്കുല്ലേ ദൃഷ്ടാന്തവും അതിനു മുന്നിൽ അള്ളാഹു വിശദീകരിച്ച. ഇതെല്ലാം മനുഷ്യരുടെ മനസ്സ് കിട്ടിട്ട് അള്ളാഹു താല നങ്ങു തറകുല്ലങ്ങനത്തെ ഒരു സജഷൻ ഉപദേശ എന്നിട്ട് ചൊന്നെങ്കിൽ എല്ലാ കാര്യത്തിലും അള്ളാഹുടെ നിങ്ങ എന്താക്കണു ജാഗ്രത ആക്കണു. അള്ളാഹുടെ നിയമങ്ങ പാലനാക്കിട്ടത് ജാഗ്രത ആക്കുറു. ഇത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും. ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്കു ബറകു പോണ്ടങ്ങനത്തെ ശിക്ഷങ്ങളെ ಬಗ್ಗೆ നിങ്ങൾക്കു എച്ചരിക്കെ ഇക്കട്ട് എന്നാണ് അള്ളാഹു താല ഫസ്റ്റ് നിങ്ങൾക്ക് ചൊല്ലുന്നത്. ഇനി രണ്ടാമതൊരു ഉപദേശവും അള്ളാഹു ചൊന്നിട്ടുള്ള وَإِذَا قِيلَ لَهُمْ أَنْفِقُوا مِمَّا رَزَقَكُمُ اللَّهُ وَإِذَا قِيلَ لَهُمْ. ചില ആൾമാരുള്ള ഉപദേശം സ്വീകരിക്കാത്ത ചില ആൾമാരുള്ള അങ്ങൾട്ട ചൊന്നേണ്ടായെങ്കിൽ وَإِذَا قِيلَ لَهُمْ അങ്ങൾട്ട ചൊന്നേണ്ടായെങ്കിൽ أَنْفِقُوا مِمَّا رَزَقَكُمُ اللَّهُ അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നിട്ട് നിങ്ങൾ ചെലവാക്കറു എന്നങ്ങൾട്ട ചൊന്നേണ്ടായെങ്കിൽ قَالَ الَّذِينَ كَفَرُوا നന്ദി കെട്ട ആൽമാര് അള്ളാഹുരട്ട നന്ദി കേട് കാട്ടിയങ്ങനത്തെ അള്ളാഹുടെ നിഷേധിച്ചങ്ങനത്തെ ആൽമാർ ചൊല്ലുവാറ് ലില്ലദീന ആമനു മുഅ്മിനീങ്ങളട്ട ചൊല്ലുവാറ് അനുത്ഇമു മല്ലൗ യശാഉല്ലാഹു അത്അമഹ്. അനുത്ഇമു നങ്ങ ചോറ് കൊടുക്കണ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണ മല്ലൗ യശാഉല്ലാഹു അത്അമഹ്. അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങുക അള്ളാഹു ചോറ് കൊടുത്തറാന്ത അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തറാന്ത. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഭക്ഷണം കൊടുക്കൂ ചാൻസ് ഇന്നങ്ങനത്തെ ഒരു ടീമുകു ഒരു കൗമുകു നങ്ങ ഭക്ഷണം കൊടുക്കണ നങ്ങ ഭക്ഷണം കൊടുക്കടേ അഗത്യം. അള്ളാഹു അങ്ങ് കൊടുത്തിട്ടില്ലല്ലോ പിന്നെ നങ്ങന്തി കൊടുക്കടേ എന്ന രൂപത്തിൽ ഒരു പരിഹാസ രൂപത്തിൽ തമാശ രൂപത്തിൽ അങ്ങ് കേക്കിടാറ്. അതായത് പാവപ്പെട്ട മുഅ്മിനീങ്ങും പാവപ്പെട്ട ആൽമാർക്കും നിങ്ങ ചെലവാക്കുറുണ്ടങ്ങൾട്ട ചൊന്നേണ്ടായെങ്കിൽ അങ്ങ് ചൊല്ലേ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങ് കൊടുക്കാൻ തല പിന്നെ നങ്ങന്തി കൊടുക്കട. അള്ളാഹു ഉദ്ദേശിച്ചില്ല പിന്നെ നങ്ങന്തി ഉദ്ദേശിക്കടേ എന്ന രൂപത്തിൽ അങ്ങ് കേക്കിടാറ്. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. നിങ്ങ വല്ലാത്തൊരു ദുർമാർഗത്തിലായിട്ടിക്കറ് വല്ലാത്ത ഒരു രൂപത്തിൽ നിങ്ങ തെരുത്തപ്പി പോയിടാറുണ്ട് അങ്ങ് ചൊല്ലാറ്. അത് മുഅ്മിനീങ്ങളെ തമാശാക്കിയിട്ട് പരിഹാസ രൂപത്തിലാണ് ഇത് കാഫിരിങ്ങ ചൊല്ലേ. കാഫിരിങ്ങും ആവണ്ടില്ല നന്ദി കെട്ട ആൽമാർ സമ്പത്ത് കൊണ്ടിട്ടു സ്വത്ത് കൊണ്ടിട്ടു അഹങ്കാരവും കിബറും കാട്ടി നടക്കണങ്ങ ചൊല്ലേ. അങ്ങലട്ട നിങ്ങ ചെലവാക്കുറു നിങ്ങ ദീനുക്ക് വേനായിട്ട് അള്ളാഹുടെ മാർഗത്തിൽ ചെലവാക്കുറു
ಪಾವಪಟ್ಟಂಗಲೆ ಸಹಾಯಿಕೊರು, ಯತೀಮ್ಗಲೆ ಪರಿಪಾಲನಾಕೊರು, ಮಿಸ್ಕೀನ್ಗಲೆ അങ്ങു ಬೇನಾಯದಲ್ಲ ಹಾಕಿ കൊടുಕೋರು ചൊന്നേൻ അങ്ങനെ റിപ്ലൈ എങ്ങനെയൊക്കെ നിങ്ങ് നിങ്ങ അള്ളാഹു താല വലിയ കുതിരത്തുള്ളവണും എല്ലാം തണ്ടവണും അള്ളാഹു ഉണ്ടല്ലോ നിങ്ങൾ ചൊന്നിട്ടില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാം തണ്ട അള്ളാഹു ആയിട്ട് നിങ്ങൾ ഈ മനുഷ്യന്മാർക്ക്, ഈ ഫക്കീറായിട്ടുള്ള മിസ്കീനായിട്ടുള്ള ആൾമാർക്ക് അവണിಗೆ കൊടുക്കുക ആവാലಂತ അവനെ കൊടുക്കാത്ത ആൾമാർക്ക് പിന്നെ നങ്ങെന്തിക്ക് കൊടുക്കണു? നിങ്ങളെ ഈ ഒരു സംഗതികളെല്ലാം ഈ നിങ്ങൾ ചൊന്നോണ്ടുള്ളതെല്ലാം വല്ലാത്തൊരു തെരുത്തപ്പിയ പോലെ അത് കണ്ട് എന്ന രൂപത്തിൽ അങ്ങ് പ്രതിക്രിയാക്കിടാറിട്ടാണ് അള്ളാഹു താല ചൊന്നോട്ടില്ലേ. അപ്പൊ അള്ളാഹു തന്നങ്ങനത്തെ ഉപദേശ മരണാനന്തര ജീവനുണ്ട്, ആ ജീവനത്തിലെല്ലാം വിചാരണയോടുണ്ടല്ലോ അള്ളാഹു താല ഞങ്ങളിട്ട് വിശദീകരിച്ചിട്ട് അള്ളാഹു ഫസ്റ്റ് ഞങ്ങളെ ശാരീരികമായിട്ട് ശരീരം കൊണ്ടിട്ടു ജാഗ്രത ആക്കറു, ഞങ്ങളെ പ്രവർത്തനങ്ങളില് അള്ളാഹു താലയുടെ നല്ലോണം ജാഗ്രത ആക്കറു ഉണ്ട് അള്ളാഹു ചൊന്നിട്ടു. പിന്നീട് ചൊല്ലേ നിങ്ങളെ സമ്പത്തിനും നിങ്ങൾ പ്രത്യേകമായ ഒരു എച്ചരിക്ക വേണം. നിങ്ങളെ സമ്പത്ത് നിങ്ങൾ സ്വന്തം സമ്പാദനാക്കി അങ്ങനത്തെ സമ്പത്തിൽ നിങ്ങൾ പേരിക്കുവാറ്. പക്ഷേ ഒന്നും ഒരു സമ്പത്തും നിങ്ങളെ കയ്യിലുള്ള ഒരു സമ്പത്തും യഥാർത്ഥത്തില് അത് നിങ്ങളെ ഓണർഷിപ്പിലുള്ള പരിപൂർണമായിട്ട് നിങ്ങളെ ഓണർഷിപ്പിലുള്ള സ്വത്തും അല്ല. എല്ലാം അള്ളാഹു താല തന്നതാണ്. ഖുർആനിലുടനീളം നമുക്ക് ഈ ഒരു പ്രയോഗം കാണുക. നാന് തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവാക്കാറുണ്ട് അള്ളാഹു താല പല ജാഗത്തിൽ ചെന്നുകൊണ്ടില്ല. അതായത് സമ്പത്തെല്ലാം എല്ലാം മനുഷ്യർക്കുള്ള ഉള്ളതെല്ലാം അള്ളാഹുവാണ് തന്നത്, എല്ലാം അള്ളാഹുവാണ് തന്നത്. മനുഷ്യ ജനിച്ചു വരുമ്പോ അവന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത രൂപത്തിലല്ലേ വന്നത്. പിന്നീട് ഭൂമി ലോകത്തിൽ വന്നാൽ പിന്നെ ഓരോ കാര്യം അവനക്ക് കിട്ടിയത്. ഇനി അവನು സമ്പാദനാക്കി സ്വന്തം സമ്പാദനാക്കിയിട്ട് അവನು ചൊല്ലങ്ങനത്തെ സമ്പത്ത് പോലും അവನು അത് സമ്പാദനാക്കൂ കാരണയുടെ അവന്റെ തടിയും അവന്റെ മനസ്സിലെ ചിന്തനയും അവനുകുള്ള ഐഡിയവും എല്ലാം അതെല്ലാം അള്ളാഹു അല്ലേ തന്നെ. സ്വന്തമായിട്ട് അവൻ്റെത് ചൊന്നിട്ടൊന്നുമില്ലല്ലോ, സ്വന്തമായിട്ടൊന്നും വേറൊന്നരെയും ആശ്രയിക്കാണ്ട് അവന് സ്വന്തമായിട്ടെല്ലാം ഉണ്ടാക്കിയാൻ ചൊല്ല ഒന്നുമില്ല, എല്ലാം അള്ളാഹുവാണ് അവന് കൊടുത്തത്. അപ്പൊ ആ അള്ളാഹു തന്നെ സമ്പത്തിൽ നിന്ന് എന്താക്കൂ ചെലവാക്കൂ തങ്ങളുടെ ചൊല്ലുമ്പോ വല്ലാത്ത അഹങ്കാരത്തോരു റിപ്ലൈ ആണ് അള്ളാഹു ഈ കാഫിരീങ്ങ അള്ളാഹു നന്ദി കെട്ട ആൽമാർ, അള്ളാഹുടൊട്ടിക്ക് നന്ദി കേട് കാട്ടിയ ആൽമാർ ചൊല്ലേണ്ട് ഈ ആയത്തിൽ അള്ളാഹു ചൊന്നിട്ടില്ല. ഭൂമി ലോകത്തില് അള്ളാഹു എല്ലാരെയും പൈസക്കാരന്മാരായിട്ട് ശ്രീമന്തായിട്ട് അള്ളാഹു ആക്കിയിട്ടില്ലേ, എല്ലാരെയും ഫക്കീറും ആക്കിയിട്ടില്ലേ. ചില ആൽമാർ അള്ളാഹു താല സ്വത്തും സമ്പത്തും അനുകൂലമുള്ള ആൽമാരായിട്ട് അള്ളാഹു താല ആക്കിറ, ചില ആൽമാർ ഇല്ലാത്ത പോലെയും അള്ളാഹു ആക്കിറ. ഇതെല്ലാം എന്തികാണ് ആക്കിറേൻട്ട് ഒരു ഹദീസിൽ നങ്ങുകു എന്തികാണ് ഇത് ആക്കിറേൻ ചെന്നിട്ട് ഒരു ഹദീസിൽ നങ്ങുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി തണ്ട്. ലൗ ഷാ അല്ലാഹു ലജഅലകും അഗ്നിയാ ലാ ഫഖീറ ഫീക്കും. അള്ളാഹു ഉദ്ദേശിച്ചിട്ടിന്നെങ്കിൽ നിങ്ങളെ എല്ലാരെയും അള്ളാഹു താല ശ്രീമന്തനാക്കി ബുടന്ത. ലാ ഫഖീറ ഫീക്കും, പിന്നെ നിങ്ങൾ പാവത്തോണ് ചെന്നിട്ട് ആറുമിക്കാലത്ത്. വലൗ ഷാ ലജഅലകും ഫുഖറാ, ഇനി അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാരെയും പാവത്തങ്ങളാക്കിയിട്ട് അള്ളാഹു ചേഞ്ച് ആക്കുന്നത്. ലാ ഗനിയ ഫീക്കും, പിന്നെ നിങ്ങൾ പൈസക്കാർ ചെന്നിട്ട് ആറുമിക്കാലത്ത്. പിന്നെ എന്തിനാണ് ചില ആൽമാരെ ഫക്കീറും ചില ആൽമാർ അള്ളാഹു താല ശ്രീമന്തനാക്കിയേ? വലാകിന്നഹു ഇബ്തല ബഅ്ദുകും ബിബഅ്ദിൻ, നിങ്ങളെ ചില ആൽമാരെ കൊണ്ട് വേറെ ചില ആൽമാരെ പരീക്ഷിക്കുകയായിട്ടാണ് അള്ളാഹു വ്യത്യസ്തമായ രൂപത്തിൽ ഓരോരുത്തരാക്കി വെച്ചിരേ. പൈസക്കാരನು അവನು പാവത്തവന്റെ കണ്ടിട്ട് ആ പാവത്തവന്റെ കഷ്ട കണ്ടിട്ട് ಅದಕ್ಕೆ ಸ್ಪಂದನ ಆಕಡಾನ ಇಲ್ಲೇಂಟ್ ಅಲ್ಲಾಹು ಟೆಸ್ಟ್ ಹಾಕುಬೇನಾയിട്ടാണ് ശ്രീമന്തకు സ്വത്ത് കൊടുത്തത്. അല്ലാണ്ട് അവನು കംപ്ലീറ്റ് എൻജോയ് ആക്കുകയായിട്ട് അവന്റെ സൗകര്യങ്ങൾ അവന്റെ അനുകൂലങ്ങൾ മാത്രമാക്കി നടക്കുകയായിട്ടല്ല അവന്റെ കയ്യിൽ അള്ളാഹു പൈസ കൊടുത്തത്, അല്ലെങ്കിൽ സ്വത്ത് സമ്പത്തിന് കൊടുത്തത്. കഷ്ടത്തിലുള്ള ആൽമാരെ കഷ്ടങ്ങൾ അവനക്ക് കാണ്ട
ಆ ಕಷ್ಟಕ್ಕೆ ಸ್ಪಂದನೆ ಹಾಕುಗೊಳ್ಳೆ ಮನಸ್ಸು ಅವನಿಗೆ ಉಂಡಾವುಡ. ഇത് നണ്ട സ്വത്തല്ല, ഇതെല്ലാം അള്ളാഹുനക്ക് തന്നരേ ചെന്നിട്ടുള്ള ഒരു ബോധ അവൻ്റെ ഉണ്ടാവിട എന്ന് ടെസ്റ്റ് ആക്കുവാനായിട്ടാണ് അവനക്ക് അത്ര സ്വത്തും കൊടുത്തത്. എന്താണ് ലിയന്തുറ കൈഫ അത്ഫൽ ഗനിയു, അള്ളാഹു ടെസ്റ്റ് ആക്കുവാനായിട്ടാണ് കൊടുത്തത്. എന്തിനായിട്ട്? ഒരു ಶ್ರೀಮಂತನಾಯವನಿಗೂ ಅವನಿಗೆ എത്ര കഷ്ടത്തിക്ക് സ്പന്ദന ആക്കുക അവಡು, പാവത്തങ്ങളൊಟ್ಟಿಗೆ എത്ര അവനക്ക് കനിക്കര കാട്ടുക അവിടെ ഉണ്ടു ടെസ്റ്റ് ആക്കുവാനായിട്ടും. അതുപോലെ കൈഫ സൊബറൽ ഫക്കീറു, പാവത്തവനുgu അവന്റെ ആ കഷ്ടപ്പാടിൽ അവനുക്ക് എത്ര സൊബറെടുക്കുക അവിടെ ഉണ്ടും പരീക്ഷിക്കുവാനായിട്ടാണ് അള്ളാഹു ചില ആൾമാരെ ഫക്കീറും ചില ആൾമാരെ ഗനിയും അള്ളാഹു ആക്കി വെച്ചിരേണ്ടു. അപ്പൊ ഇത് ഞങ്ങളെ മനസ്സിൽ ആഴത്തിൽ ഇലിയനായ ഒരു വിഷയത്തിക്ക് എത്ര സ്വത്ത് സമ്പത്തി നിങ്ങൾ അതെല്ലാം ഞങ്ങൾക്കേ സ്വന്തത്തിൽ യൂസ് ആക്കി തീർക്കുക അല്ലെങ്കിൽ അടിച്ചു പൊളിക്കുക ഉള്ളതൊന്നുമല്ല. അതെല്ലാം അള്ളാഹുടെ മാർഗത്തിൽ ഫീസബീലില്ലാഹി, അള്ളാഹുടെ മാർഗത്തിലായിട്ട് അള്ളാഹുബേനായിട്ട് ചെലവാക്കുള്ളതാണ്. അത് കുടുംബത്തിക്ക് ചെലവാക്കുള്ളതായിട്ട് ചിലത് സ്വന്താഗത്യത്തുക്കും ചെലവാക്കുവയ്ക്കട്, കുടുംബത്തുക്കും ചെലവാക്കുവയ്ക്കട്, കുടുംബത്തപ്പുറത്തില് റായത്തിലുള്ള പാവത്തങ്ങു ചെലവാക്കുവയ്ക്കട്, അതുപോലെ ദീന്റെ കാര്യത്തിക്ക് ചെലവാക്കുവയ്ക്കട്. ഇങ്ങനെ എല്ലാത്തുക്കും ബാക്കിയുള്ള എല്ലാ കാര്യത്തുക്കും ചെലവാക്കുള്ള പൈസ ആണ് അള്ളാഹു തആല ഞങ്ങളെ കയ്യിൽ തന്നത്. അല്ലാണ്ട് കൂട്ടി വെക്കുക, അതിലെല്ലാം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ സമ്പത്ത് കൂടി വയ്ക്കുക, അല്ലെങ്കിൽ സ്വന്തത്തിലെ അനഗത്യമായിട്ടുള്ള അങ്ങനത്തെ എൻജോയ്മെന്റ് ആക്കിയിട്ട് അനഗത്യമായ ಖರ್ಚು വെച്ചങ്ങ് ആക്കുകയായിട്ട് അതൊക്കൊന്നും അല്ലാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപ്പാട്ടി തന്റെ. പിന്നൊരു ഹദീസിൽ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു, അതാനി ജിബ്രീൽ, ഒർക്ക ജിബ്രീൽ അലൈഹിസ്സലാം നന്റെ മുട്ട ബന്ത്. فقال എന്നിട്ട് യാ മുഹമ്മദ് റബ്ബുക യഖറഉ അലൈക സലാം, ഓ നബിയെ അല്ലാഹു നിങ്ങൾക്ക് ഒരു സലാം ചൊന്നിട്ടുള്ള. വയഖൂൽ, എന്നിട്ട് അല്ലാഹു ചൊന്നിട്ടുള്ള എന്തരെ, ഇന്ന മിൻ ഇബാദി മൻ ലാ യസ്ലുഹു ഈമാനുഹു ഇല്ലാ ബിൽ ഗിന. നോക്കൂ അല്ലാഹു തആലയുടെ റഹ്മത്ത്, നോക്കൂ എത്ര റഹ്മത്താണ്. അല്ലാഹു ചൊല്ലെ നന്റെ അടിമകളെ കൂട്ടത്തിൽ ചില ആൾമാരുള്ളാറ് അങ്ങനെ ഈമാന് കറക്റ്റ് ആയിട്ട് അങ്ങ് മുഅ്മിനായിട്ടിക്കൊണ്ടുണ്ടായെങ്കിൽ അങ്ങു സ്വത്ത് സമ്പത്ത് വളരെ അകത്തേറ്റിക്കറ്. ശ്രീമന്തിക്ക് പൈസക്കാരാവിടെ ചൊല്ലത് അങ്ങു അകത്തേറ്റിക്കറ്. വലൗ അഫ്തർതുഹു ലകഫറ, നാൻ മാത്ത് അവന്റെ ഫക്കീറാക്കിയിട്ടായെങ്കിൽ അവನು കാഫിറായി പോവാ, നന്ദി കെട്ടവനായി പോവാ. അപ്പൊ അതുകൊണ്ടു ഞാൻ എന്താക്കടെ നാന് അങ്ങനത്തെ നാന് അവന്റെ ഈമാന് പോയി പോണ്ട വേണ്ട, അവന്റെ ഈമാന് തപ്പി പോണ്ട വേണ്ട എന്ന നിലക്ക് ഞാൻ ഗനിയാക്കരെ, അല്ലെങ്കിൽ അവന്റെ പൈസക്കാരാക്കടെ, അവനക്ക് അനുകൂലമുള്ള ആളായിട്ട് ഉണ്ടാക്കടെ ഞാൻ. വഇന്ന മിൻ ഇബാദി മൻ ലാ യസ്ലഹു ഈമാനുഹു ഇല്ലാ ബിൽ ഖില്ല. ചില ആൾമാരുള്ളാർ എന്റെ അടിമങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ഈമാന് ശരിയാവണുണ്ടായെങ്കിൽ അങ്ങ് ഫക്കീർ തന വേണം. പൈസ കിട്ടിയിട്ടായെങ്കിൽ അവನು എന്താവിടെ അടിച്ചു പൊളിച്ചിട്ട് ഈമാനിൽ നിന്ന് തപ്പി പോണ്ടാവും. അവന്റെ സ്വത്ത് സമ്പത്തുങ്ങളെ ഒട്രാസി അവന് ചെലവാക്കിട്ട് എന്താക്കട അവന്റെ ഈമാനെ നഷ്ടപ്പെടുത്തുക. അതുകൊണ്ടിട്ട് ഞാൻ എന്താക്കട അവനക്ക് ഫക്കീർത്തന, അവന്റെ ഞാൻ പാവത്തോണാക്കി വിട്ടെ. ഒലവ് അഗ്നൈതുഹു ലകഫറ, ഞാൻ അവന്റെ മാത്ത് പിന്നെ പൈസക്കാരാക്കി വിട്ടെങ്കിൽ പിന്നെ അവന് കുഫുർക്ക് പോയി പോവാ, അവന് നന്ദി കെട്ടവനായി പോവാ. അതുകൊണ്ട് ഞാൻ എന്താക്കട അവനുക്ക് അങ്ങനത്തെ ഞാൻ ഫക്കീർത്തനാണ്. അപ്പൊ അള്ളാഹു ഞങ്ങളെ ജീവിതത്തിൽ ചില ആൾമാർ അള്ളാഹു താല നല്ല അനുകൂലമുള്ള ആൾമാരായിട്ട് ആക്കിയേ. അത് ഞങ്ങൾ മാത്ത് പാവത്തങ്ങളായി അലക്ക പാവത്തങ്ങളായി പോയിട്ടെങ്കിൽ ചിലപ്പോ ഞങ്ങളെ അള്ളാഹു താലയുടെ ബഗ്ഗെയുള്ള വിശ്വാസം എല്ലാം ഇല്ലാണ്ടായി പോയിട്ട് ഞങ്ങൾ ചിലപ്പോ നന്ദി കെട്ട ആൾമാരായി പോവാ. അത് പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് അവിടെ വേണ്ട എന്ന നിലക്കുള്ള ഒരു കിർഫത്തിലാണ് അള്ളാഹു താല ഞങ്ങളെ അനുകൂലത്തിലുള്ള ആൾമാരായിട്ടാക്കിയത്. ഫക്കീറാക്കിയ ആൾമാരെ ഫക്കീറാക്കിയത് എന്തെങ്കിലുമായിട്ട് അവನು മാത്ത് സ്വത്ത് സമ്പത്തെല്ലാം ധാരാളമായിട്ട് അള്ളാഹു താല ചൊരിഞ്ഞു കൊടുത്തിട്ടായെങ്കിൽ അവನು അതിരെ മിസ്യൂസ് ആക്കിയിട്ട് അള്ളാഹു കുഫുർ കാട്ടുന്ന ഒരു അവസ്ഥക്ക് വരും. അപ്പൊ എല്ലാം അള്ളാഹു താല ഞങ്ങളെ നല്ലേക്ക് വേനായിട്ടാണ് ആക്കിരേട്ടാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടിപ്പാട്ടി തന്റെ. അപ്പൊ ടോട്ടലി ഫക്കീറായവനും ആ ഫക്കീർ തന്നത്തിൽ ഒരു തൃപ്തി വേണുട്ടാണ്. പാവത്തവനായവനും ആ പാവത്തവനായിട്ടേ ചൊല്ലിട്ടുള്ള ഒരു
അസഹനെ, ഒരു സൊബറില്ലായ്മ ഒരിക്കലും ഉണ്ടാകുത്തീറ. ഞാൻ ഇത്രയെല്ലാം നല്ലതാക്കിയിട്ട് അള്ളാഹു താല നക്ക് കഷ്ടപ്പാടല്ലേ തന്നോണ്ടുള്ളേ, ഞാൻ 5 വക്ത് കറക്റ്റ് നിസ്കരിച്ചോണ്ടുള്ളല്ലേ, ഞാൻ ഇബാദത്തെല്ലാം കറക്റ്റ് ആക്കിക്കൊണ്ടിന്നിട്ടും അള്ളാഹു നക്ക് കഷ്ടപ്പാടുങ്ങ, നക്ക് പ്രയാസങ്ങ, രോഗങ്ങ ഇതേയല്ലേ തന്നോണ്ടുള്ളേ എന്നൊരു ബിയാർ ഒരിക്കലും ഉണ്ടാവുക തീരാട്ടാണ്. മല്ലം യർള ബി ഖളാഇ വയസ്ബിർ അലാ ബലാഇ ഫല്യൽതമിസ് റബ്ബൻ സിവാ. അള്ളാഹു ചൊല്ലെ ഒരു ഖുദുസിയായ ഹദീസിൽ, നന്റെ വിധി കൊണ്ടിട്ടു, ഞാൻ നിശ്ചയിച്ച തീരുമാനം കൊണ്ടിട്ട് ഓർത്തകു തൃപ്തി ഇല്ലാണ്ടായെങ്കിൽ, ನಾನು ತಂಡಂಗಂತೆ ಪ್ರಯಾಸಂಗ ಹೊರತುಗು ಸೊಬರೆಡುಕುಗಾವುಲ್ಲೆಂಟಾയെങ്കിൽ ನಾನല്ലാത്ത ഒരു റബ്ബുടെ അവന് തേടട്ട്, നാനല്ലാത്ത വേറൊരു റബ്ബുടെ അവന് നോക്കട്ട് ഉണ്ട് അള്ളാഹു ചൊന്നു. അള്ളാഹു താല തന്റെ പ്രയാസങ്ങ, കഷ്ടങ്ങ എല്ലാം അത് ഞങ്ങളെ നല്ലേക്ക് ബെനിറ്റാണ്. അള്ളാഹുക്ക് ഒരിക്കലും ഞങ്ങളെ കഷ്ടപ്പാട് തന്നിട്ട് ഞങ്ങളെ എടങ്ങേറാക്കണു, ഞങ്ങളെ ഉപദ്രാക്കണു ചൊല്ലൊരു ഉദ്ദേശം ഒരിക്കലും ഇക്കില്ലല്ലേ. ഞങ്ങളെ ഉപദ്രാക്കിയത് കൊണ്ടിട്ട് ഒന്നും അവനക്ക് കിട്ടക്ക് പോണില്ലേ. അപ്പൊ എല്ലാം ഞങ്ങളെ നല്ലേക്ക് ബേനായിട്ടാണ്, ഞങ്ങളെ കൽബു ശുദ്ധിയാവുകയും. അതുപോലെ ഞങ്ങൾ ഒരു സമയം ഞങ്ങൾക്ക് സമ്പത്ത് കിട്ടിയിട്ടായെങ്കിൽ ഞങ്ങൾ തെരുതപ്പി പോണ്ട എന്ന നിലക്ക് ഏറ്റിക്കും ഞങ്ങളെ പാവത്തങ്ങളാക്കി. ആ ഒരു ബിയാറ പാവത്തോണക്ക് വേണം. പൈസ ഇന്നുകൊണ്ട് ബിയാർ അത് വേണം. ഞാൻ ഫക്കീറായെങ്കിൽ ഞാൻ തെരുതപ്പി പോയ എന്ന നിലക്കാണ് അള്ളാഹു നന്റെ ഒരു അനുകൂലത്തിലുള്ള ആൽമാരാക്കിയത്. അപ്പൊ ആ അള്ളാഹുക്ക് നന്ദിയായിട്ട് നാണ് ആ അനുകൂല കൊണ്ടിട്ടു, ആ പൈസ കൊണ്ടിട്ടു നല്ല മാർഗത്തിൽ ആ പൈസത്തെല്ല ചെലവാക്കുന്നു ചൊല്ലൊരു ബോധ പൈസ ഉള്ള ഉണ്ടും വേണുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി തന്റെ. നോക്കൂ നിങ്ങൾ ഖുർആനിൽ അല്ലാഹു തആല ചില ആൽമാർ അവസ്ഥ ഇങ്ങനെ വിശദീകരിച്ചു ചെന്നിട്ടുള്ള, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യരുടെ അവസ്ഥ നോക്കൊരു, അവനുക്ക് ചിലപ്പ അള്ളാഹു താല കഷ്ടപ്പാടിക്കുമ്പോ അള്ളാഹു എന്താക്കിട നല്ല അവനുക്ക് സുഖ സൗകര്യങ്ങൾ, നല്ല നല്ല അനുകൂലത്തെ അവസ്ഥ അവനുക്ക് കൊടുക്കട. വനഅമഹു നല്ല നിഅമത്തുങ്ങ, ധാരാളമായിട്ടുള്ള നിഅമത്തുങ്ങൾ അവനുക്ക് കൊടുക്കട. അപ്പോൾ ചൊല്ല ഫയഖൂലു റബ്ബി അക്രമൻ, ആ മനുഷ്യ ചൊല്ല അള്ളാഹു നന്റെ നല്ല റെസ്പെക്ട് ആക്കിര, ബഹുമാനിച്ചര, നക്ക് നല്ല അനുകൂലത്തുള്ള അവസ്ഥ തന്നിര അല്ലെ. സാധാരണ ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ലാത്ത ടൈമിലും ഞങ്ങളെ പിന്നെ ഞങ്ങളെ ബിസിനസ്, ഞങ്ങളെ മക്കളെ ബിസിനസ് എല്ലാം നല്ല ചുരുക്കായിട്ടുള്ള ടൈമിലും എല്ലാവർക്കും നല്ല ജോബുള്ള ടൈമിലും ഞങ്ങൾ എന്തൊരു ചൊല്ല, ആ അൽഹംദുലില്ലാ അള്ളാഹു നന്റെ നിഅമത്തിലാക്കിരാണ്ട് ചൊല്ല, അല്ലെങ്കിൽ ഞങ്ങളെ നല്ലോണം പരിഗണിച്ചിര, അള്ളാഹു താല നല്ലൊരു ഞങ്ങൾ നോക്കിക്കൊണ്ടില്ല എന്ന് ചൊല്ല. ഞങ്ങൾ അത് ശരിയല്ലാണ്ടാണ്. അള്ളാഹു നമുക്ക് ചെമ്മ സ്വത്ത് സമ്പത്ത് അല്ലെങ്കിൽ നല്ല സുഖ സൗകര്യ തന്നിറ എന്നത് കൊണ്ടിട്ടു ഞങ്ങളെ അള്ളാഹു പരിഗണിച്ചിറാണ്ട് ഒരിക്കലും ചൊല്ലുകാവില്ല. അതുപോലെ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, ഇനി അള്ളാഹു താല ചിലാൽമാരെ പരീക്ഷാക്കട എങ്ങനെ അങ്ങനെ റിസ്കിടെ അങ്ങു ഇക്കട്ടാക്കി വിട്ര. ചില മനുഷ്യന്മാർ അള്ളാഹു താല റിസ്കിടെ ഇക്കട്ടാക്കി വിട്ര, ഭയങ്കര പ്രയാസത്തിലാക്കി വിട്ര. അപ്പൊ അവನು ചൊല്ല ഫയഖൂലു റബ്ബി അഹാനൻ, അള്ളാഹു താല നന്റെ ബല്ലാത്തെ നെഗ്ലക്ട് ആക്കിക്കൊണ്ടുള്ള എന്ന് ചൊല്ല. കല്ലാ, ഒരിക്കലും അല്ല. ഇതൊന്നും ഈ വിചാരിച്ചോണ്ടുള്ള രൂപത്തിലൊന്നും അല്ല. ഒരാൾക്ക് വലിയ സ്വത്ത് സമ്പത്ത് അനുകൂലല്ല കൊടുത്തോണ്ടുള്ളത് അവന്റെ അള്ളാഹു താല എന്തിനമാ പരിഗണിച്ചിറ, അവന്റെ കൺസിഡർ ആക്കിറ എന്ന നിലക്ക് ഒരിക്കലുമല്ല. അവന്റെ പരീക്ഷിക്കുബേനായിട്ടാണ്, അവന്റെ ടെസ്റ്റ് ആക്കുബേനായിട്ടാണ് അത് കൊടുത്തോണ്ടുള്ളേ. പുറത്തൊക്കെ പ്രയാസ കൊടുത്തോണ്ടില്ലേ, കഷ്ടപ്പാടെല്ലാം കൊടുത്തോണ്ടില്ലേ, അവന്റെയും എന്തമാ അള്ളാഹു താല നെഗ്ലക്ട് ആക്കിറ, അവന്റെ ഇഷ്ടമില്ല എന്ന രൂപത്തിലല്ല, അവന്റെയും പരീക്ഷിക്കുബേനായിട്ടാണ്. അവന് സ്വബറെടുക്കടാണ് ഇല്ലേ, പിന്നെ അടുത്ത ശുക്രാക്കടാണ് ഇല്ലേ എന്ന നിലക്കാണ് അവന്റെ പരീക്ഷിക്കല്. അപ്പൊ ഈ ശുക്രും സ്വബുറിന്റെ ടെസ്റ്റ് ബേനായിട്ടാണ് ഓരോരുത്തരെ അള്ളാഹു താല ഇങ്ങനെല്ലാം കൊടുത്തോണ്ടില്ലേ ഓരോരോ അവസ്ഥ. അപ്പൊ ദുനിയാവുടെ സ്വത്ത് സമ്പത്തുങ്ങ അസുലൻ നിലക്ക് ഒരിക്കലും അത് നിഅമത്തല്ല. സാധാരണ പിന്നെ സ്വത്ത് സമ്പത്തിലല്ല നിഅമത്ത് ചെന്നിട്ട് പ്രയോഗിക്കുന്നുണ്ട്. നല്ല നിഅമത്തുള്ളങ്ങ ഒരിക്കലും സ്വത്ത് സമ്പത്ത് അത് അസുലിയായിട്ട് ഒരിക്കലും നിഅമത്താവില്ല. അത് നിഅമത്താവണുണ്ടെങ്കിൽ അതിൽ യൂസ് ആക്കിയിട്ട് അള്ളാഹു ശുക്രാക്കുമ്പോ മാത്രമാണ് അത് നിഅമത്താവിടെ. ആ സ്വത്തുങ്ങളെ കൊണ്ടിട്ടു, സ്വത്ത് സമ്പത്തുങ്ങളെ കൊണ്ടിട്ടു
അള്ളാഹു താല ചൊന്നതുപോലെ ചെലവാക്കുമ്പോ ഫീ സബീലില്ലാ, അള്ളാഹുടെ മാർഗത്തിലായിട്ട് ചെലവാക്കുമ്പോ മാത്രമാണ് അത് നിഅമത്ത്. അല്ലെങ്കിൽ അത് നിഖ്മത്താണ്. നിഖ്മത്തുണ്ടെങ്കിൽ ശിക്ഷയാണത്. അത് നാളെ ആഖിറത്തിൽ വലിയ ശിക്ഷയായിട്ട് പണ്ട സംഗതിയാണ്. അല്ലെ, നോക്കൂ നിങ്ങ ഇവിടെ പ്രത്യേകമായിട്ട് ഈ ചെലവാക്കുള്ളതിലെ പ്രധാനപ്പെട്ട ചെലവെന്താണ്? സക്കാത്ത് കൊടുക്കലാണ്. ആ സക്കാത്തും കൊടുക്കാണ്ടെ, അള്ളാഹുടെ മാർഗത്തിൽ ചെലവാക്കാണ്ടെ ഇങ്ങനെ കൂട്ടിവെച്ചെങ്ങനെ നാലത്തെ അവസ്ഥ എന്തരെ? അതും അള്ളാഹു താല ഖുർആനിൽ നമുക്ക് പഠിപ്പാട്ടി തന്നറ. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. അള്ളാഹു ഖുർആനിൽ ചൊല്ല എന്തരെ? ചില ആൽമാര് നല്ല ബംഗാറും വെള്ളിങ്ങ അതുപോലത്തെ സ്വത്തുങ്ങൾ ഇങ്ങനെ കൂട്ടി വയ്ക്കിടാറ്, ഇങ്ങനെ ആസ്തിയാക്കി വയ്ക്കിടാറ്, വലിയ ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കിടാറ്. അത് ചെലവാക്കില്ല, ഫീ സബീലില്ലാഹി ചെലവാക്കില്ല, അള്ളാഹുബേനായിട്ട് അങ്ങ് ചെലവാക്കില്ല. അങ്ങനത്തങ്ങു നബിയെ ശക്തമായ ഒരു ശിക്ഷ ഉണ്ടുണ്ടങ്ങു നിങ്ങ അറിയിച്ചു കൊടുക്കൊരു നബിയെ. എങ്ങനത്തെ ശിക്ഷയാണ്? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, നാളെ നരകത്തിൽ വെച്ചിട്ട് അവന് കൂട്ടി വെച്ചങ്ങനത്തെ ആ വെള്ളിയും ബംഗാറും അതുപോലത്തെ സ്വത്തുങ്ങളെല്ലാം അള്ളാഹു താല നരകത്തിൽ ചൂടാക്കിടാ, നല്ലോണം ബേപ്പാട്ര. എന്നിട്ട് ആ സ്വത്തുങ്ങളെ കൊണ്ടിട്ടു അവന്റെ ആ ബംഗാറ് വെള്ളിയുടെ ചൂടായ ബന്ധങ്ങനത്തെ നല്ല വെച്ച ഉള്ളങ്ങനത്തെ ആ ബംഗാറ് വെള്ളിയുടെ പിടിച്ചിട്ട് അവന്റെ നെറ്റികും അവന്റെ സൈഡുകും ലുഹൂറുഹും അവന്റെ മുതുക്കല്ലാതെ വെച്ച തട്ടുപാട്ട. വല്ലാത്തൊരവസ്ഥയേറ്റിക്ക് നരകത്തെ ആ വെച്ചല് അവന്റെ എല്ലാ ഭാഗത്തേക്ക് അതിരെ വെച്ച ഇങ്ങനെ അള്ളാഹു തട്ടുപാട്ട. എന്നിട്ട് അള്ളാഹു ചൊല്ല പലക്ക് നോക്കറു, ഹാദാ മാ കനസ്തും ലി അൻഫുസികും, ഓ മനുഷ്യ, ഇതാ നീന് ദുനിയാവില് നീന് കൂട്ടിവെച്ചങ്ങനത്തെ സ്വത്തുക, ഇത് നിന്റെ സ്വത്തുങ്ങായിട്ടിക്കറ് പിടിച്ചൊല്ലുതാ, നീ കൂട്ടിവെച്ച സ്വത്തുങ്ങ. ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ, നീ കൂട്ടിവെച്ചതിരെ ഇതാ പിന്നെ നീന് ആസ്വദിക്ക്. നീ കൂട്ടിവെച്ച സ്വത്ത് സമ്പത്തരല്ല, നീന് ആസ്വദിക്ക്. അതിരെ സുഖത എനിക്ക് കിട്ടട്ട് ചൊന്നിട്ട് അള്ളാഹു എന്താക്കട, സുഖ കിട്ടട്ട് ചൊന്നിട്ട് അവന്റെ തമാശാക്കിട്ടാണ് അള്ളാഹു ചൊല്ലേ. ആ കൂട്ടിവെച്ചതല്ലതാ നിക്ക് നല്ല സുഖ സൗകര്യമായിട്ടൂടെ വന്നിട്ട് നരകത്തിൽ നിക്കത് ഈ രൂപത്തിൽ ഈ ഒരു അവസ്ഥയിൽ ഇതാ എനിക്ക് ആ സ്വത്ത് സമ്പത്തുങ്ങളെ വന്നെത്തിര്. അപ്പൊ ഊടെ ഞാമത്തല്ല അവനുകു ഈ മനുഷ്യകു അവന്റെ സ്വത്ത് സമ്പത്തുങ്ങ ഞാമത്തായിട്ടില്ല, അത് നിക്കുമത്തായിട്ട് അവനുക്കുള്ള ശിക്ഷയായി പോയിട്ട്. അപ്പൊ ഞങ്ങളെ സ്വത്ത് സമ്പത്തുങ്ങ അസുലൻ നിലക്ക് ഒരിക്കലും ഞാമത്താണ്, ഭാര്യ ഞാമത്തുള്ള എന്ന രൂപത്തിൽ ഒരിക്കലും ഞങ്ങൾ വിചാരിക്കണ്ട. അസുലൻ നിലക്ക് ഒരിക്കലും അതെന്താവില്ല, നിഅമത്താവില്ല. അള്ളാഹുബേനായിട്ട് ഫീ സബീലില്ലാഹി അത് ചെലവാക്കുമ്പോ മാത്രമായിട്ട് എന്താവിടെ പിന്നെ സ്വത്ത് സമ്പത്തുങ്ങല്ല നിഅമത്തവിടെ. അതുപോലെ ഫക്കീറാവിടെ ചൊല്ലതും അസുലൻ നിലക്ക് നിഅമത്തല്ല. ആ ഫക്കീർ തനത്തിൽ സ്വബുരിക്കുമ്പോഴാണ് മനസ്സിക്ക് തൃപ്തി. ഞാൻ ഫക്കീറായതിനും അൽഹംദുലില്ലാ, നന്റെ ഈ ഒരു അവസ്ഥയില് പിന്നെ അള്ളാഹു താൽ നന്റെ ഈ അവസ്ഥയിലാക്കിയത് കൊണ്ടിട്ട് നക്ക് പല നമുത്തുള്ള ഹിസാബ് നക്കില്ലല്ലേ, നാളെ ആഖിറത്തിൽ നക്ക് ചെമ്മ സ്വത്ത് സമ്പത്ര ഹിസാബ് നക്ക് ചൊല്ലുകില്ലല്ലേ. നന്റെ ഈ ഒരു അവസ്ഥയിലാക്കിയത് നക്ക് തൃപ്തിയുണ്ട് എന്നലക്ക് മനസ്സിക്ക് തൃപ്തിക്കുമ്പോ ആ ഫക്കീർത്തനവും നിഅമത്താവുള്ളൂ. ഞങ്ങളെ കീഴുള്ള ആൽമാരെ നോക്കുമ്പോഴാണ് ഞങ്ങളെ നിഅമത്ത് നമുക്ക് മനസ്സിലാവിടെ. അള്ളാഹു താല നമുക്ക് തന്നങ്ങനത്തെ അവസ്ഥ, അത് വലിയ അവസ്ഥയായിട്ടിട്ട് ഞങ്ങളെ കീഴുള്ള ആൽമാരെ നോക്കുന്നുണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിത്തല്ലേ, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങളെക്കാണ് കീഴുള്ള ആൽമാരെ നിങ്ങൾ നോക്കൂ. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങളെ മേലുള്ള ആൽമാരെ നോക്കണ്ട. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹ്, അള്ളാഹു താല തന്നങ്ങനത്തെ നിഅമത്തിനെ കീഴായിട്ട് കാണാണ്ടിക്കുകയായിട്ട് നിങ്ങൾക്ക് ആ ഒരു മനസ്ഥിതി നിങ്ങൾക്ക് ഇക്കിടത് നല്ല ഇട്ടിക്കറ്. ഞങ്ങളെ കാണാൻ മേൽ നോക്കുമ്പോ നമുക്ക് പിന്നെ മനസ്സിലിങ്ങനെ പ്രയാസാണ്. എനക്കത് കിട്ടില്ലല്ലേ, അവനു കിട്ടില്ലല്ലേ, അവനു നല്ല ആകൈത്തല്ലേ, നക്ക അങ്ങനത്തെ ഉറകാക്കുക ഇല്ലല്ലേ, അവനക്ക് നല്ല കാറായിത്തല്ലേ നക്കാക്കുക ഇല്ലല്ലേ, അവന്റെ മക്കല്ല നല്ല ബിസിനസ്സിലും നല്ല ജോബിലെല്ലാം ഉള്ളാറില്ല, നന്റെ മക്ക എന്തോ ആക്കിക്കൊണ്ടില്ലല്ലേ എന്നിങ്ങനെ മനസ്സിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേ ടൈമിൽ ഞങ്ങളെ കാണാൻ കീഴുള്ള
അങ്ങനത്തെ ആൾമാരുള്ള ഒരു ടൈമുടെ ചോറുക്ക് പോലും ഗത്തിയില്ലാത്ത ആൾമാർ, സമാത്തിൽ ഡ്രസ്സിടുക ഗത്തിയില്ലാത്ത ആൾമാർ, എപ്പോഴും പ്രയാസമില്ല കഷ്ടപ്പാടുള്ള രോഗരുചിനങ്ങളുള്ള ആൾമാരുള്ളാർ. ആ രൂപത്തിൽ നക്ക ഇല്ലല്ലേ, നക്കെപ്പോഴും രോഗരുചിന ഇല്ലല്ലേ, ഒരു വക്തിൽ ഉണ്ണകുള്ള അങ്ങനത്തെ സാധനങ്ങൾ ഞങ്ങൾ ഔത്തിലുണ്ടല്ലേ എന്ന രൂപത്തിൽ നമുക്കപ്പം മനസ്സിൽ സന്തോഷാവും. നിങ്ങളെ കണക്കിലുള്ള ആൾമാർ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയത്. അതുപോലെ സ്വത്ത് സമ്പത്ത് ഇക്കിടത് ചൊല്ലതും അതൊരു നെഗറ്റീവായ വിഷയം എന്തല്ല. ഒരാൾ പൈസക്കാരാവിടെ ചൊല്ലത് ആ പൈസക്കാരായത് കൊണ്ടിട്ടേ അവനെന്തായി പോയാ ബെടക്കായി പോണ്ടാണ്ട് ഒരിക്കലും വിചാരിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിഷ്യന്മാരായിട്ടുള്ള ആൽമാർ സ്വഹാബിങ്ങളില് എത്രമാ വലിയ വലിയ പൈസക്കാരന്മാരിന്നാറ്, വലിയ വലിയ ശ്രീമന്തങ്ങന്മാരിന്നാറ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ ശ്രീമന്തനായിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ ബിസിനസ്സുകാരനായിട്ടുണ്ട്. പക്ഷേ അങ്ങ ശ്രീമന്തായതും ബിസിനസ്സുകാരനായതും അങ്ങ സ്വന്തത്തിൽ ഇങ്ങനെ എൻജോയ് ആക്കുവാനായിട്ടുള്ള സ്വന്ത ജീവനത്തിൽ അങ്ങ് ഭയങ്കര സരളമായിട്ടാണ് അങ്ങ് ജീവിച്ചത്. ഭയങ്കര സരളമായിട്ടാണ് ജീവിച്ചത്. എന്നിട്ട് അങ്ങ ആക്കി അങ്ങനത്തെ സ്വത്ത് സമ്പത്തെല്ലാം അങ്ങ് ദീനിക്ക് ബേനായിട്ടാണ് ചെലവാക്കിയത്. അല്ലെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തെ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തബൂക്ക് യുദ്ധത്തിക്ക് ഭർത്താവുമ്പോ ಬೇಣಾತರ സ്വത്ത് സൗകര്യങ്ങളെ സ്വത്ത് സമ്പത്തുകളെ അഗത്യ ಬಂತು. അല്ലെ, ഒരു യുദ്ധത്തിക്ക് പോകുമ്പോൾ ധാരാളമായിട്ട് ഒണ്ടങ്ങ വേണാവുdu, കുതിരങ്ങ വേണാവുdu. അപ്പൊ നബി തങ്ങ പിന്നെ സ്പോൺസർ ആക്കുവാനായിട്ട് ഒരു പിരിവ് കലക്ഷൻ നടപ്പാട്ടിട്ട്, സ്വഹാബികളുടെ എല്ലാ കലക്ഷൻ നടപ്പാട്ടിട്ട്. അപ്പ പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്രയാണ് കൊടുത്തത്? ഉറക്കെ നബി തങ്ങ കലക്ഷൻ ആക്കുമ്പോൾ ഒരു 200 വണ്ട പ്രഖ്യാപിച്ചിട്ട്, പിന്നൊക്കെ കലക്ഷൻ ആക്കുമ്പോ ആറും മുണ്ടില്ലാണ്ട് കണ്ടുമ്പോ സ്വഹാബികൾ ടാരട്ടും ഇല്ല, അപ്പോഴും 200 വണ്ട പാടെ പ്രഖ്യാപിച്ചിട്ട്. 200 വണ്ട ഉണ്ടല്ലോ ചൊന്നെങ്കിൽ ചെറിയ വിഷയം എന്തല്ല. ഒരു വണ്ടക്ക് അണ്ട് പ്രധാനപ്പെട്ട ഒരു വാഹനം മൃഗമായിട്ടിക്കർ വാഹനമായിട്ടിക്കർ വണ്ട ചൊല്ലത്. അണ്ടത്തെ വില എത്രമായിക്കും, ഇത്രയും വില പണ്ടങ്ങനത്തെ 200 വണ്ടങ്ങ ധാരാളമായിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീനിക്ക് വേനായിട്ട് സ്പോൺസർ ആക്കിയിട്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ ഗൊന്തിക്കും. അതേ തബൂക്ക് യുദ്ധത്തെ ടൈമിൽ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു, തബൂക്ക് യുദ്ധത്തിന് നബി തങ്ങ കലക്ഷൻ ആക്കി ಬರ್ತಾಯಪ್ಪ, നന്റെ മനസ്സിലായിട്ട് ഇണ്ട് നക്ക് പിന്നെ സിദ്ദീഖ് തങ്ങളെ ഒന്ന് പെറയിടണു. സാധാരണ എല്ലാ വിഷയത്തില് ഫസ്റ്റ് ഹെജ്ജിക്കടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്, എല്ലാത്തിലും മുതലിക്കടെ സിദ്ദീഖ് തങ്ങളാണ്. ഇണ്ട് നക്കൊന്ന് പെറയിടണു, നക്ക് നബി തങ്ങളെ മുട്ട ധാരാളമായിട്ടുള്ള സമ്പത്ത് കൊണ്ടുപോകണു ചൊന്നിട്ടു അയാളുടെ അങ്ങനത്തെ സ്വത്ത് സമ്പത്തിൽ പാതി അയാൾ കൊമ്പയത്ത് നബിത്തങ്ങൾക്ക് സ്പോൺസർ ആക്കും, അല്ലെങ്കിൽ ദീനക്ക് സ്പോൺസർ ആക്കും. അങ്ങനെ കൊണ്ടുപോയിട്ട് ആ മജ്ലിസിൽ വെച്ചപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ തങ്ങളുടെ കേട്ട്, എത്ര നിങ്ങൾ പോന്നാറ്, എത്ര സമ്പത്ത് എത്ര നിങ്ങൾ പോന്നറാറ്? അപ്പൊ ചൊന്തു നന്റെ ഔത്തുലുള്ളേ നണ്ടിട്ടുള്ള അങ്ങനത്തെ സ്വത്ത് സമ്പത്തിൽ പാതിര നാണ് പോന്നരാൻ ചൊന്തു. അപ്പൊ സിദ്ദീഖ് തങ്ങളട്ടെ കേട്ടിട്ട് നിങ്ങ എത്ര പോന്നറാറ്? സിദ്ദീഖ് തങ്ങൾ പിന്നെ സിദ്ദീഖ് തങ്ങളുടെ കേട്ട് നിങ്ങൾ ഔത്തുലെന്തെങ്കിലും ഇനി ബാക്കിയുണ്ടാ, എല്ലാം പോന്നറാറാ? അപ്പൊ സിദ്ദീഖ് തങ്ങൾ ചൊന്തു, ഔത്തുലൊന്നുമില്ല നബി, അള്ളാഹും റസൂൽ അല്ലാത്ത വേറൊന്നും ഔത്തുൽ ബാക്കി വെച്ചിട്ടില്ല, ഒന്നും നണ്ടിട്ട ബാക്കി വെച്ചിട്ടില്ല, എല്ലാം പോന്നരാൻ. ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു, അണ്ടും നാൻ സോത്തുപോയേ, അത്രയും അങ്ങ അതാണ് അങ്ങ് എത്രേ സ്വത്ത് സമ്പത്ത് ഉണ്ടാക്കി അതിങ്ങനെ കൂട്ടിവയ്ക്കിട ഒരു സ്വഭാവമല്ല, അതെല്ലാം ചെലവാക്കിടെ ചൊല്ലുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ് അങ്ങോട്ട്. സ്വഹാബിങ്ങൾക്ക് രണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഒന്ന് ചില സ്വഹാബിങ്ങളെ ധാരാളമായിട്ട് ഇൽമു സമ്പാദനാക്കി വന്നാർ, ആ അങ്ങ് ഇൽമു സമ്പാദനാക്കിയിട്ട് ബാക്കിയുള്ള നല്ലോണം പഠിപ്പാട്ടി വന്നാർ. ചില സ്വഹാബിങ്ങൾ ധാരാളമായിട്ട് സ്വത്തുങ്ങ സമ്പാദനാക്കി വന്നാർ, അത് ധാരാളമായിട്ട് ചെലവാക്കി വന്നാർ. ഈ രണ്ട് കാര്യമായിട്ടിക്കൊരു മനുഷ്യന്മാർ ആക്കണായത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പഠിപ്പാട്ട്, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈൻ, രണ്ടാൾമാരുടെ വിഷയത്തിൽ മാത്രമാണ് അസൂയ ബൈക്കുണായത്. രണ്ടാൾമാരിൽ അസൂയ ഉണ്ടാവുക. അസൂയ എങ്ങനത്തെ അസൂയ? നക്കും കിട്ടണു ചൊല്ല ഒരു ബിയാറ ചൗണ്ട് പോലെ നാണും ആവണിത്തല്ലേ ചൊന്നിട്ടുള്ള ഒരു ഭാവന ജണ്ടാളുടെ ആൾമാരുടെ കാര്യത്തിൽ ഉണ്ടാവുക. ആരാണ്? ഒന്ന് റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആന ഫഹുവ യഖൂമു ബിഹി ആനാ അല്ലൈലി വന്നഹാർ. ഒരാള് അള്ളാഹു താല അവനുക്ക് ഖുർആൻ പഠിപ്പാട്ടിറ, അവനുക്ക് ധാരാളമായിട്ട് എൽമു കൊടുത്തിറ, അതുകൊണ്ടിട്ട് അവನು പ്രവർത്തിക്കട,
അത് ബാക്കിയുള്ള പടിപ്പാട്ടി കൊടുക്കട അങ്ങനത്തെ ഉണ്ട് പോലെ ഞാൻ ആയിരന്തല്ലേ, ആ ഇൽമുള്ള ഉണ്ട് പോലെ ഞാൻ ആയിരന്തല്ലേ എന്ന് വിചാരിക്കാം. അതുപോലെ പിന്നൊരു മനുഷ്യർ വറജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫഹുവ യുൻഫിഖുഹു ഫിൽ ഹഖി ആന അല്ലൈലി വന്നഹാർ. പിന്നൊരുത്തുക അല്ലാഹു തആല നല്ല സ്വത്ത് സമ്പത്തിങ്ങ കൊടുത്തറ, അവനതിരെ ജാവും പോലെ അവനിങ്ങനെ ചെലവാക്കടതിരെ എല്ലാം വേണ അകത്തുള്ള കാര്യത്തുകളിൽ ചെലവാക്കട, ദീനുകും പാവത്തങ്ങും റായത്തങ്ങും ചെലവാക്കട, അവന്റെ പോലെ ഞാൻ ആയിരന്തല്ലേ എന്നും ഭാവന ഉണ്ടാവാണ്ടാണ് നബി തങ്ങ പടിപ്പാട്ടി. മനുഷ്യ അവിടെ ഉണ്ടായെങ്കിൽ ഞങ്ങളെ മക്ക പാരന്റ്സ്മാർ ശ്രദ്ധിക്കുന്ന വിഷയമാണ്. ഇതേതെങ്കിലും ഒന്ന് രണ്ട് കാര്യത്തിൽ ഒന്നാവണം. ഒന്ന് ഞങ്ങളെ മക്ക നല്ല ഇൽമു സമ്പാദനാക്കിയിട്ട് അതിരെ പടിപ്പാട്ടെ അതിരെ സ്വറാക്കടങ്ങനത്തെ ഇൽമുഗു സേവയാക്കടങ്ങനത്തെ മക്കളായിട്ട് ഇങ്ങനെ മുന്നിൽ പോകണം. ഇനി അതിലൊരുത്തക്ക് തൗഫീഖ് ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളെ മക്കളെ വേറെ ഏതെങ്കിലും ഫീൽഡിൽ ഞങ്ങൾ വിട്ടേണ്ടായെങ്കിൽ ബിസിനസ്സുക അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് കിന്നിട്ടെങ്കിൽ നല്ലോണം സമ്പാദനാക്കണം, ധാരാളമായിട്ട് മാലിങ്ങ സ്വത്തുങ്ങ സമ്പാദനാക്കണം. ഏതുദ്ദേശത്തില്? ഇതെല്ലാം ദീനുക്ക് മെയിനായിട്ട് ഫീസബീലില്ലാഹി ചെലവാക്കടെ, മിസ്കീൻമാർക്ക് ചെലവാക്കടെ, ഫക്കീർമാർക്ക് ചെലവാക്കടെ, സംബന്ധത്തിലുള്ള ആൾമാർക്ക് ചെലവാക്കടെ, ഈ രൂപത്തില് എല്ലാ ചെലവാക്കടെ, അകത്യുള്ള ഫീസബീലില്ലാഹി ചെലവാക്കടെ ചൊല്ല ഉദ്ദേശത്തിൽ ധാരാളമായിട്ട് മാല് സമ്പാദന. ഈ ജണ്ടിൽ ഏതെങ്കിലും ഒന്നും പിന്നെ മുന്നോല് വേണുണ്ടാണ് നമുക്ക് പിന്നെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക. അവിടെ അല്ലാഹു തആല നമുക്ക് ഖൈറായ കാര്യത്തിലെല്ലാം തൗഫീഖ് തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.